എനിക്ക് പേടിയാവും. പേടിക്കാനൊന്നുമില്ല, ഞാൻ മുറുകെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. അതല്ല ഫാസ്റ്റേട്ടാ, പിന്നെ നമ്മുടെ കല്യാണത്തിന് ഫാസ്റ്റേട്ടന്റെ അച്ഛൻ സമ്മതിക്കുവോ? എന്റെ അച്ഛൻ സമ്മതിച്ചു കഴിഞ്ഞു. സമ്മതിച്ചില്ലെങ്കിൽ ആപത്താണെന്ന് ഞങ്ങൾക്കറിയാം. എനിക്ക് നോക്ക്, ചില മാജിക്കും മന്ത്രവും ഒക്കെ അറിയാം. അതുകൊണ്ട് നിന്റെ അച്ഛൻ സമ്മതിച്ചോ? അതാ എനിക്ക് കൂടുതൽ പേടി. എന്റെ അച്ഛൻ വലിയ പിടിവാശിക്കാരനും മുൻകോപിയോ. അതങ്ങയുടെ ആപത്തിനാണ്. നമ്മളോട് കളിച്ചാൽ ഇങ്ങോട്ട് നോക്ക്, ഞാൻ ഇവിടുന്നൊരു ചെറിയ വേല ഇറക്കിയാൽ മതി. നിന്റെ അച്ഛൻ ഒരു തവളയുടെ രൂപത്തിൽ ചാടി വരും. അയ്യോ, ഇങ്ങനെയാണെങ്കിൽ എന്റെ അച്ഛൻ വല്ലാണ്ട് കഷ്ടപ്പെട്ടു പോകും. വേണമെങ്കിൽ ഇപ്പൊ കാണിച്ചു തരാം. നിന്റെ അച്ഛൻ ഇവിടെ എല്ലാം തവളയുടെ രൂപത്തിൽ ചാടി ചാടി നടക്കുന്നതാണ്. വേണ്ട ഫാസ്റ്റേട്ടാ. ആ, നിന്റെ അച്ഛനെ തവളയുടെ രൂപത്തിൽ കാണുന്ന സങ്കടം കൊണ്ടാണ്. അതല്ല ഫാസ്റ്റേട്ടാ. പിന്നെ 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 എന്റെ അച്ഛനെ വല്ല പിള്ളേരും കല്ലെറിഞ്ഞ് കൊന്നു കളയും. ഗുഡ് മോർണിംഗ് ബാസ്. ഗുഡ് മോർണിംഗ്. സിഐഡി ചന്ദ്രൻ താമസിച്ചിരുന്ന ബംഗ്ലാവിൽ തന്നെയാണ് സിഐഡി നജറും താമസിക്കുന്നത്. സുന്ദരികളായ സ്ത്രീകൾ സിഐഡി നസീറിന്റെ ഒരു ദുർബലതയാണ്. ലവ്ലി, നീ വിചാരിച്ചാൽ കാര്യം എളുപ്പം നടക്കും. നീ ഇവിടെ നിന്നും നസീറിന് ഫോൺ ചെയ്യുക. സ്വിമ്മിംഗ് പൂളിൽ വരാൻ പറയുക. യെസ് ബാസ്. ഹലോ. ഹലോ. യെസ് ഡാർലിംഗ്, ഞാൻ ലവ്ലിയാണ്. ലവ്ലി. ഹലോ ഡാർലിംഗ്. ഹൗ ആർ യു? ഫൈൻ, താങ്ക് യു. ഓഹോ, എവിടെ? ഇന്ന് വൈകുന്നേരം സ്വിമ്മിംഗ് പൂളിൽ വരുമോ? കിങ്സ് ഹോട്ടലിലെ നീന്തൽക്കുളം, സ്വിമ്മിംഗ് പൂൾ. ഐ സീ. യെസ് ഡാർലിംഗ്, എനിക്കൊരു ആശയാണ്. താങ്ക് യു വെരി മച്ച്. ഞാൻ വരാം. ഓ, ഡെഫിനറ്റ്ലി ഐ വിൽ കം. റൈറ്റ്, താങ്ക് യു. വല്ലാത്ത ഉഷ്ണം. ഒന്ന് കുളിച്ചു കളഞ്ഞാൽ എന്താ? അതിനല്ലേ ഇവിടെ വന്നത്? അതാ വെയിറ്റർ വരുന്നു. ഒരു ഐസ്ഡ് കോഫി കഴിച്ചിട്ടാകാം. വെയിറ്റർ, രണ്ട് ഐസ്ഡ് കോഫി. സാറിനെ ആത്മാർത്ഥമായി പ്രേമിക്കുന്നുണ്ടോ? ലവ്ലി, ഞാൻ ആത്മാർത്ഥമായി പ്രേമിച്ചിട്ടുള്ള ഏക പെൺകുട്ടി നീ മാത്രമാണ് ഡാർലിംഗ്. ഞാൻ ഭാഗ്യവതിയാണ്. യെസ് ഡാർലിംഗ്. താങ്ക് യു. കം ഓൺ. ലവ്ലി, ലവ്ലി ഇവിടെ തന്നെ നിൽക്കൂ, ഞാനിപ്പോ വന്നേക്കാം. ഏതായാലും ഞാൻ കൂടി താമസ സ്ഥലം വരെ വരാം, എന്നിട്ട് മടങ്ങാം. കൊള്ളാം, നമുക്ക് ചിലർക്ക് സംസാരിക്കാണ്ട് വരൂ. പപ്പു, പോയി ചായ കൊണ്ടുവരും. ഏതായാലും ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. മരിച്ചു പോകേണ്ടതല്ലായിരുന്നോ? ഭാസിക്കൊന്നും സംഭവിക്കാതിരുന്നത് ഒരു അത്ഭുതം തന്നെയാണ്. ഏതായാലും നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ കരുതലോടുകൂടി വേണം നടക്കാൻ. ഞാൻ കൂടി ചെല്ലട്ടെ. വരട്ടെ, ചായ കുടിച്ചിട്ട് പോകാം. എന്താ പപ്പു ഇങ്ങനെ നോക്കുന്നത്? ഞാൻ ഇവിടുന്ന് പോകുമ്പോ ഇവിടെ ഉണ്ടായിരുന്ന സാറവിടെ. ആ സാറ് തന്നെയാണല്ലോ ഈ ഇരിക്കുന്നത്. അതെങ്ങനെയാണ് സാറേ ഇത് ആ സാറാകുന്നത്?
ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ ആ സാറിന് താടി മീശ ഒന്നുമില്ലായിരുന്നല്ലോ. ഇപ്പോഴും താടി മീശ ഒന്നുമില്ലല്ലോ. ഇല്ലേ? സാറ് കാണുന്നില്ലേ? ഞാൻ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇതിലേതാണ്ട് കുഴപ്പമുണ്ട് സാറേ. അയ്യോ എന്റെ അമ്മോ. വേണ്ട, നിന്നോളാം. ഇങ്ങനെ വന്നു കാണാൻ മാത്രമുള്ള അപകടമൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. അപകടം പറ്റിയിട്ടില്ലെങ്കിൽ വന്ന് കാണാൻ പാടില്ലേ? കൈതപ്പൂവിന്റെ മണം ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ? ഞാൻ അതും കൊണ്ടുവന്നതാ. നല്ല സുഗന്ധം. പക്ഷേ ഇതിന് ചില ദോഷങ്ങളുണ്ട്. അടുത്ത് ചെല്ലാൻ ഭയപ്പെടണം. മുള്ളുണ്ട്. മാത്രമല്ല കൊടിയ വിഷമുള്ള മൂർഖൻ പാമ്പ് ഇതിന്റെ ചുവട്ടിലുണ്ടായിരിക്കാം. ആപത്തവിടെ പതിയിരിക്കുക. ഇഷ്ടപ്പെടാൻ വയ്യ, ഇഷ്ടപ്പെടാതിരിക്കാനും വയ്യ. ഞാൻ ഇറങ്ങട്ടെ. അച്ഛാ, ഹലോ. യെസ്, സ്പീക്കിംഗ്. ആ, ഓഹോ, അങ്ങനെയാണോ? ആ ആ, സോറി.
നിൽക്കവിടെ. ആരാ? മനസ്സിലായില്ല. എന്റെ പേര് ദാസ് എന്നാണ്. ശങ്കരപ്പണിക്കർ പറഞ്ഞിട്ട് വന്നതാണ്. സാറിനെ അന്വേഷിച്ച് ഇന്ന് 3 പ്രാവശ്യം ഇവിടെ വന്നിരുന്നു. കാണാൻ പറ്റിയില്ല. ഇന്ന് തന്നെ കണ്ട് വിവരമറിയാൻ ഉള്ള ആഗ്രഹത്താലാണ് ഈ അർദ്ധരാത്രി വന്നത്. ബുദ്ധിമുട്ടിക്കുന്നതിൽ ക്ഷമിക്കണം. ഓ, സാരമില്ല. പറയൂ, വിശേഷം. എനിക്ക് ഒരു ജോലി വേണം. ജോലി? എന്ത് ജോലി? മിസ്റ്റർ ശങ്കരപ്പണിക്കർ പറഞ്ഞാണ് അറിഞ്ഞത് സാറിന് ഒരു ടൈപ്പിസ്റ്റിന് ആവശ്യമുണ്ടെന്ന്. ആ ജോലി എനിക്ക് കിട്ടിയാൽ മിസ്റ്റർ ശങ്കരപ്പണിക്കർ എന്റെ ചരിത്രമെല്ലാം അങ്ങയോട് പറയും. അങ്ങനെയൊന്നും വേണമെന്നില്ല. എനിക്കൊരു ടൈപ്പിസ്റ്റിന് ആവശ്യമുണ്ട്. നിങ്ങൾ അതിന് യോഗ്യനാണെങ്കിൽ അത് നിങ്ങൾക്ക് തരാൻ ഞാൻ തയ്യാറാണ്. ഞാൻ വളരെ നന്ദിയുള്ളവനായിരിക്കും സാർ. ശരി, നാളെ കാലത്ത് ജോലിക്ക് വന്നോളൂ. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. ശരി. ടൈപ്പിസ്റ്റിന്റെ ജോലിക്ക് ആൾ വന്നിട്ടുണ്ട്. ആ ശങ്കരപ്പണിക്കർ പറഞ്ഞയച്ചതാണ്. ശങ്കരപ്പണിക്കരോ? എന്നിട്ട്? ശങ്കരപ്പണിക്കരുടെ ആളല്ലേ, ഞാൻ വിടുമോ? നാളെ മുതൽ ജോലിക്ക് വരാൻ പറഞ്ഞു. അവനെ നമുക്ക് വേണം. പക്ഷെ വളരെ സൂക്ഷിച്ചു വേണം. അപകടവും കൊണ്ടായിരിക്കും അവന്റെ വരവ്. നോക്കാം. മിസ്റ്റർ ദാസ് നല്ലവണ്ണം ടൈപ്പ് ചെയ്യുന്നുണ്ടല്ലോ. താങ്ക് യു സർ. മിസ്റ്റർ ദാസ് എവിടെയാണ് താമസിക്കുന്നത്? ഇവിടെ നിന്ന് 2 മൈലിനപ്പുറത്താണ്. ഓഹോ. ഈ ബംഗ്ലാവിന്റെ തൊട്ടടുത്ത് ഇതേ കാമ്പൗണ്ടിൽ തന്നെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട്. അത് കുറെ കാലമായി അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണ്. മിസ്റ്റർ ദാസിന് അവിടെ താമസിക്കാമല്ലോ. ശരി സർ. റൈറ്റ്. ഇങ്ങോട്ട് പേടിക്കുന്നു. കൂട്ടുകാരെ കാണാൻ പറഞ്ഞു. ശാന്തി, ഇവിടെ വരൂ. എവിടെ പോയിരുന്നു? ഞാൻ എന്റെ കൂട്ടുകാരിയെ കാണാൻ പോയിരുന്നു. ശാന്തി, അമ്മയില്ലാത്ത ദുഃഖം നിന്നെ അറിയിക്കാതെയാണ് ഇതുവരെ ഞാൻ വളർത്തിയത്. ആ എന്നെ അവഗണിച്ചാണ് നീ ഇപ്പോൾ ജീവിച്ചു വരുന്നത്. അച്ഛനെ ഞാൻ അവഗണിച്ചിട്ടില്ല. പിന്നെ നിന്റെ ഈ പുതിയ പെരുമാറ്റത്തിന് കാരണം? രാത്രി സമയങ്ങളിൽ പലപ്പോഴും ഇവിടെ നീ പുറത്തു പോയിട്ടുണ്ട്. പലതവണ ഞാൻ വിലക്കിയിട്ടുണ്ട്. നീ അനുസരിച്ചിട്ടില്ല. ഞാൻ ചെയ്യുന്നത് തെറ്റല്ലെന്ന് എനിക്കറിയാം അച്ഛാ. തെറ്റല്ലേ? നീ എവിടെ പോകുന്നു എനിക്ക് അറിഞ്ഞുകൊണ്ടെന്നാണ് എന്റെ വിചാരം. എനിക്കറിയാം നീ ആരെ കാണാൻ പോകുന്നു. അദ്ദേഹം അന്യനല്ല. അറിയാമല്ലോ, നിന്റെ അമ്മാവൻ, നിന്റെ പ്രിയപ്പെട്ട ശിവറാം. പക്ഷേ എന്റെ ഏക സഹോദരനെ കൊന്ന കാവകനാണ് അവൻ. അവൻ ഞാൻ വെറുതെ വിടുമെന്ന് നീ ഒരിക്കലും കരുതാൻ. നീ സൂക്ഷിക്കുന്ന രഹസ്യം പുറത്തായാൽ അവൻ നീ ഒന്നിച്ചായിരിക്കും ജയിലിൽ കിടക്കേണ്ടി വരും. കിടന്നുകൊള്ളാം. പക്ഷേ ചില രഹസ്യങ്ങൾ എനിക്കും അറിയാം. എന്ത് രഹസ്യങ്ങൾ? നിനക്ക് എന്തറിയാം? അറിയാം, എനിക്കറിയാം.
നമ്മൾ ഇത്തവണയും പരാജയപ്പെട്ടിരിക്കുന്നു. CID നസീർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അവനെ ഈ ഭൂമുഖത്തു നിന്നും തുടച്ചു മാറ്റാതെ നമുക്ക് യാതൊരു രക്ഷയുമില്ല. അതിനായിരിക്കണം നമ്മുടെ സകല പ്രവർത്തനങ്ങളും. യെസ് ബോസ്. ലവ്ലി, നിന്നെ തന്നെ വിശ്വാസപൂർവ്വം ഞാൻ ആ ചുമതല ഏൽപ്പിക്കുന്നു. താങ്ക് യു ബോസ്.